ഡോക്ടർ, ഈ ഇംപ്ലാനോൺ എന്ന് പറഞ്ഞ ഒരു ഗർഭനിരോധന മാർഗ്ഗം ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. അതെന്താ? ഇംപ്ലനോൺ എന്ന് പറഞ്ഞാല് ഒരു ലോങ് ലാസ്റ്റിംഗ് ഗർഭധാരണ മാർഗ്ഗമാണ്. ഇപ്പോ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇപ്രകാരം നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു. അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡ് കൈയുടെ അടിവശത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ്. അതില് ഇറ്റോനോർജസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ആണ് ഉള്ളത്. ഒരു പ്രൊജസ്റ്റിൻ ആണ്. അപ്പൊ ഏകദേശം നമ്മൾ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പോലത്തെ ഒരു ചേഞ്ച് വരുത്തുകയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഗർഭധാരണ മാർഗം ഒരു ഒറ്റ പ്രാവശ്യം ഇടുന്നത് കൊണ്ട് തന്നെ 3 കൊല്ലം വരെ നമുക്ക് ഗർഭധാരണം അതോട് സാധ്യമാകുന്നുണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? ഇംപ്ലനോണിന്റെ പ്രത്യേകം ചെയ്തത് ഹൈലി ഇഫക്റ്റീവ് ആണെന്നുള്ളതാണ്. 99% ഗർഭനിരോധനം സാധ്യമാക്കുന്ന ഇതാണ് ഇംപ്ലനോൺ. അത് മാത്രമല്ല, ഇത് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നത് ഈ പാല് കൊടുക്കുന്ന സമയത്തുള്ള അമ്മമാർക്കും ഇത് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പീരീഡ്സിന്റെ സമയത്ത് കൂടുതലായിട്ട് ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്ക് ഇംപ്ലനോൺ ഉപയോഗിക്കാം. കാരണം ഇതിൽ പ്രൊജസ്റ്റിൻ ആണ് ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ റോഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്താൽ ഉടനെ തന്നെ അടുത്ത സൈക്കിൾ തന്നെ പ്രഗ്നൻസി ആവുന്നതിനും ദോഷമില്ല. പെട്ടെന്ന് ഗർഭമാവുന്നതിനും സാധിക്കും. പിന്നെ ഒരു പ്രാവശ്യം ഈ റോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുത്ത റോഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. മാഡം, ഇത് എങ്ങനെയാണ് ഇടുക? ഇത് ഇടുമ്പോൾ വേദന ഉണ്ടാകുമോ? ഇംപ്ലനോൺ ഇടുന്നത് വേദനയൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ ഇടത് കൈയിലാണ് സാധാരണ ഇടുക. അതായത് നമ്മുടെ നോൺ ഡോമിനന്റ് ആയിട്ടുള്ള കൈയിലാണ് സാധാരണ ഇടുക. ഏകദേശം കൈയുടെ ഈ ഭാഗത്തായിട്ടാണ് ഇടുക. അപ്പോ ചെറുതായിട്ട് തരിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ബോധം കെടുത്തുക, മയക്കം കൊടുക്കുക, തിയേറ്ററിൽ കൊണ്ടുപോകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവിടെ കൃത്യമായി ആന്റിസെപ്റ്റിക് ലോഷൻ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം തരിപ്പിക്കും. നമ്മൾ ലോക്കൽ അനസ്തീഷ്യ വെച്ചിട്ട് തരിപ്പിച്ചതിന് ശേഷം ചെറിയൊരു നീഡിലിന്റെ വലുപ്പത്തിൽ ഒരു 4 സെന്റിമീറ്റർ നീളമുള്ള ഒരു റോഡാണ് അത്. തരിപ്പിച്ച് കഴിഞ്ഞ് റോഡ് ഇടുകയാണ് ചെയ്യുക. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്ലാസ്റ്റർ വെച്ച് അത് ഒട്ടിച്ച് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചുറ്റിക്കെട്ടും. ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം. പ്ലാസ്റ്റർ റിമൂവ് ചെയ്യുകയും ചെയ്യാം. കുറച്ച് ദിവസത്തേക്ക് അവിടെ ഒരു നീല കളറൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. പക്ഷെ അതങ്ങ് മാഞ്ഞ് പോയിക്കോളും. വൺസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എല്ലാ ദിവസവും ചെക്ക് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ മറ്റ് പ്രോപ്പർട്ടികളൊക്കെ പോലെ മാസം മാസം വന്ന് പീരീഡ്സ് കഴിഞ്ഞുള്ള ചെക്കപ്പ് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ ഇത് വളരെ സൂപ്പർഫിഷ്യൽ ആണെന്നുള്ളത് കൊണ്ട് തന്നെത്താൻ തൊട്ട് നോക്കിയാൽ തന്നെ അവിടെ ഈ റോഡ് അവിടെ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് വളരെ എഫക്റ്റീവ് ആയുള്ള മാർഗം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി ഡോക്ടേഴ്സിനെ കാണുമൊന്നും വേണ്ട. പിന്നെ വേദന ധരിപ്പിക്കുന്നത് കൊണ്ട് ആ ഒരു സമയത്ത് വേദന ഉണ്ടാവില്ല. ഇതിനു ശേഷം ഭൂരിഭാഗം ആളുകളും ഒരു വേദനയും പറയാറില്ല. കയ്യിൽ ഇതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഗർഭനിരോധനം സാധ്യമാക്കുന്നത്? എല്ലാവരുടെയും സംശയമാണ് ഇത് കോപ്പർട്ടിയും മെറീനയും പോലെ ഒന്നും യൂട്രസിന്റെ ഉള്ളിൽ അല്ലല്ലോ ഇടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ റോഡ് കയ്യിലിരിക്കുമ്പോൾ പ്രഗ്നൻസി ഉണ്ടാക്കാതിരിക്കണേന്ന്? അത് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കാരണമാണ്. അതായത് അതിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ, അതായത് വൺ ഓഫ് ദ പ്രൊജസ്റ്റിൻ ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യും. അതുകൂടാതെ തന്നെ യൂട്രസിന്റെ ഉള്ളിലത്തെ എൻഡോമെട്രൽ ലൈനിങ്, അതായത് പ്രഗ്നൻസി വന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ലൈനിങ്ങിന്റെ തിക്നെസ് കുറയ്ക്കും. അതുകൂടാതെ ഈ ഗർഭാശയ മുഖത്ത് നിന്നുള്ള സെർവിക്സ് എന്നുള്ള മ്യൂക്കസ് കട്ടി കൂടും. അപ്പോൾ സ്പേംസിനൊക്കെ കയറി പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ 3 തരത്തിൽ ഇത് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കയ്യിൽ ഇരുന്നാലും ഇത് വർക്ക് ചെയ്യുന്നത്, ഗർഭനിരോധനം സാധ്യമാക്കുന്നത്. മാഡം, ഈ ഇംപ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പീരീഡ്സിനെ ബാധിക്കുമോ? മെൻസസിനെ ബാധിക്കുക വെച്ചാൽ ഇതൊരു ഹോർമോൺ ഇംപ്രഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു റോഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് കാരണം ഇത് പീരീഡ് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ച് ദിവസത്തേക്ക് സ്പോട്ടിങ് പോലെയും അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് കൂടുതലുള്ള ആൾക്കാരുടെ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ വരെ നമുക്ക് ഇത് കൊടുക്കാം. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നോർമലായി വന്നോളും. കുറച്ച് കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എടുത്തു മാറ്റുന്നത്? ഇത് എടുത്ത് മാറ്റാനായിട്ട് ജസ്റ്റ് നമ്മൾ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീളമുള്ള ആ റോഡിന് ഒരു സ്ഥലത്ത് അമർത്തി പിടിച്ചിട്ട് മറ്റേ അറ്റത്ത് നിന്ന് ചെറിയൊരു നിക്ക് ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എടുക്കുന്ന അപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത റോഡ് ഇടാൻ, അടുത്ത പീരീഡ്സ് ആവാൻ വേണ്ടി കാത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇടുമ്പോൾ തന്നെ ഇട്ട അതേ പോയിന്റ് തന്നെ ഊരി അതേ പോയിന്റ് തന്നെ നമുക്ക് തിരിച്ച് വേറൊരു റോഡ് ഇടാനും സാധിക്കുന്നതാണ്.